ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സ് 5th ചാപ്റ്റർ ഡെസിമൽ മെത്തേഡ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ ഓൾറെഡി ഒരു ഭാഗം ഇട്ട് കഴിഞ്ഞതാണ്. അതിന് ശേഷമുള്ള ഭാഗം നമുക്ക് നോക്കാം. ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. You have learned in class 6 how to add and subtract measures in decimal form. Let's look at an example. 6ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച കാര്യമാണ്. അതൊന്നും കൂടെ നമുക്കിവിടെ വീണ്ടും പഠിക്കാം. അതൊരു ട്രയാങ്കിളാണ് തന്നിട്ടുള്ളത്. ട്രയാങ്കിളിന് 3 വശങ്ങളുണ്ട്, 3 കോണുകളുണ്ട്, ഒക്കെ നമ്മൾ പഠിച്ചതാണ്. 3 angles and 3 sides ഉണ്ടെന്ന് പഠിച്ചതാണ്. അപ്പോൾ 3 sides തന്നിട്ടുണ്ട് ഇവിടെ. അത് എത്രയൊക്കെയാണ് തന്നത് നോക്കാം. 3.26 meters, 4.4 meters and 5 meters. ഈ 3 അളവുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദിസ് ട്രയാങ്കിൾ? ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്താണ്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 വശങ്ങളുടെയും സമ്മാണ് പെരിമീറ്റർ. അതായത് 3 വശങ്ങളും കൂടെ ആഡ് ചെയ്താൽ അതിൻ്റെ പെരിമീറ്റർ കിട്ടും. അതായത് 3.26 പ്ലസ് 4.4 പ്ലസ് 5. അപ്പോൾ ഇതെല്ലാം പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ? നമുക്കിവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 12.66 മീറ്റേഴ്സ്. നെക്സ്റ്റ് ട്രയാങ്കിൾ നോക്കൂ. അതിൻ്റെ പ്രത്യേകത എന്താണ്? 3 വശങ്ങളും ഈക്വലാണ് അല്ലേ? 4.25 മീറ്റേഴ്സാണ് 3 വശങ്ങളും. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എങ്ങനെ കാണും? 4.25 പ്ലസ് 4.25 പ്ലസ് 4.25. അപ്പോൾ നമുക്ക് ഈ 4.25 3 പ്രാവശ്യം പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ? 12.75. അപ്പോൾ ഈ 3 പ്രാവശ്യം അത് പ്ലസ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? 4.25നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 4.25നെ നമുക്ക് എങ്ങനെ എഴുതാം? 425/100. അപ്പോൾ 425/100 ഇൻറ്റു 3. അപ്പോൾ 3 ഇൻറ്റു 425 ചെയ്യുക. അപ്പോൾ 1275. അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12.75. അപ്പോൾ 100ൽ എത്ര പൂജ്യം ഉണ്ട് നോക്കുക. 2 പൂജ്യമാണുള്ളത്. അപ്പോൾ വലതുവശത്തുനിന്ന് ഇടതുവശത്തേക്ക് 2 സ്ഥാനം മാറ്റി പോയിൻ്റ് ഇടുക. അങ്ങനെ വരുമ്പോഴാണ് 12.75 കിട്ടുന്നത്. അടുത്തൊരു പ്രോബ്ലം നോക്കാം. അതിൻ്റെ ആൻസർ ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്, നോക്കുക. എ ബോട്ടിൽ ക്യാൻ ഹോൾഡ് 1.25 liters ഓഫ് വാട്ടർ. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആർ നീഡഡ് ടു ഫിൽ 4 സച്ച് ബോട്ടിൽസ്? ഒരു ബോട്ടിലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന വെള്ളത്തിൻ്റെ അളവ് എത്രയാണ്? 1.25 ലിറ്റർ. 1 ലിറ്ററും കുറച്ചും കൂടെ. ഇനി ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആർ നീഡഡ് ടു ഫിൽ 4 സച്ച് ബോട്ടിൽ? അങ്ങനെയുള്ള 4 ബോട്ടിലിൽ എത്ര വെള്ളം കൊള്ളും? ഇതേപോലെയുള്ള, അതായത് 1.25 ലിറ്റർ കൊള്ളുന്ന ബോട്ടിൽ 4 എണ്ണം ഉണ്ട്. ഈ 4 എണ്ണത്തിലും കൂടെ എത്ര വെള്ളം കൊള്ളും? വി നീഡ് ടു ഫൈൻഡ് 4 ടൈംസ് 1.25. അതായത് 4 ഇൻറ്റു 1.25. അതായത് 1.25നെ 4 പ്രാവശ്യം പ്ലസ് ചെയ്യുക, അല്ലെങ്കിൽ 1.25നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അത് വേറൊരു രീതിയിൽ ചെയ്യാം. 4 ഇൻറ്റു 125/100. അതായത് 1.25നെ നമുക്ക് എങ്ങനെ എഴുതാം? 125/100. അപ്പം 4 ഇൻറ്റു 125 എത്രയാണ്? 500. 500 ഡിവൈഡഡ് ബൈ 100. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 2 പ്ലേസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റിയിടുക. അപ്പം 5. അപ്പോൾ നമുക്ക് 4 ബോട്ടിലിൽ 5 ലിറ്റർ വെള്ളം കൊള്ളും. അടുത്ത് നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ദ ഫിഗർ ബിലോ ഷോസ് എ റെഗുലർ പെൻറ്റഗൺ. ഇവിടെ ഒരു റെഗുലർ പെൻറ്റഗൺ ആണ് തന്നിട്ടുള്ളത്. 5 വശങ്ങളുള്ളതാണ് പെൻറ്റഗൺ. അപ്പോൾ ഒരു വശം 2.35 മീറ്റേഴ്സാണ്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എന്താണ്? എത്ര വശങ്ങളാണത്? 5 വശങ്ങളാണ്. അപ്പോൾ 5 ഇൻറ്റു 2.35, 5 ഇൻറ്റു 2.35 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതിൻ്റെ പെരിമീറ്റർ കിട്ടും. അതായത് 11.75, 11.75. റെഗുലർ പെൻറ്റഗണിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ വശങ്ങളും ഈക്വൽ ആയിരിക്കും. അതാണ് റെഗുലർ പെൻറ്റഗൺ. 2.35നെ 5 കൊണ്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? 5ൻ്റെ ടേബിൾസ് അറിഞ്ഞിരിക്കണം. 5 ഇൻറ്റു 5 എത്രയാണ്? 25. അപ്പോൾ 25ൻ്റെ 5 എഴുതി. 2 3ൻ്റെ മുകളിൽ എഴുതുക. 3 ഇൻറ്റു 5 എത്രയാണ്? 15. 3 5s are 15. 15 പ്ലസ് 2 17. ഇതിൻ്റെ 17ൻ്റെ 7 എഴുതി. റിമൈൻഡർ ആയിട്ട് വരുന്ന 1 2ൻ്റെ മുകളിൽ എഴുതുക. അപ്പോൾ 5 ഇൻറ്റു 2 10. 10 പ്ലസ് 1 11. ആ എക്സ്ട്രാ വരുന്ന 1 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 10 പ്ലസ് 1 11. ഇനി പോയിൻ്റ് ഇടുന്നത് എങ്ങനെയാണ്?
2 സ്ഥാനം നീക്കി വേണം പോയിന്റ് ഇടാൻ. അപ്പോൾ 0.35 ആണ്. അപ്പോൾ 2 പ്ലേസസ്. അപ്പോൾ 75 എങ്ങനെയാണ് വരുന്നത്? 5 7 കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. നമുക്ക് ആൻസർ കിട്ടി 11.75. 100 രൂപ തികയുമോ? തക്കാളി എന്താ വില? കിലോ 40 രൂപ. വത്തക്ക 35 വേണോ? 1/2 കിലോ തക്കാളി, ഒരു വത്തക്ക മുഴുവൻ. വത്തക്ക ഇത് 1.5 കിലോ വരും. അപ്പോ രണ്ടും കൂടെ 92.5 രൂപ വരും. ഹാവൂ, 100 രൂപ തികഞ്ഞല്ലോ. നമ്മുടെ നിത്യജീവിതത്തിൽ ഡെസിമൽ സിസ്റ്റം ഉപയോഗിക്കുന്ന രീതിയാണ് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. സെക്കൻഡ് പ്രോബ്ലം. എ കിഡ് നീഡ്സ് 1.45 meters of cloth for a shirt. How many meters of cloth is needed for 4 shirt? ഒരു കുട്ടിക്ക് 1.45 മീറ്ററാണ് ഒരു ഷർട്ട് അടിക്കാൻ വേണ്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 ഷർട്ട് അടിക്കാൻ എത്ര തുണി വേണം? നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ക്ലോത്ത് നീഡഡ് ഫോർ എ ഷർട്ട് എത്രയാണ്? 1.45 meters. എത്രയാണ് ഷർട്ടിന് വേണ്ടുന്ന ക്ലോത്ത്? 1.45 മീറ്ററാണ് വേണ്ടുന്നത്. ഇനി എത്ര ഷർട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്? 4 ഷർട്ടാണ്. നമ്പർ ഓഫ് ഷർട്ട് നീഡഡ് ഈക്വൽ ടു 4. ഇനി എത്ര ക്ലോത്ത് ആവശ്യമുണ്ട്? ക്ലോത്ത്സ് നീഡഡ് ഫോർ 4 ഷർട്ട്. അതായത് 4 ഷർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് എത്ര ക്ലോത്ത് ആവശ്യമുണ്ട്? അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ഷർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് 1.45 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 ഷർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് 1.45 ഇൻറ്റു 4. ഈ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 4ൻ്റെ ടേബിൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ 5 4s are 20, റിമൈൻഡർ 2, 4 4s are 16, 16 plus 2 18, റിമൈൻഡർ 1, 1 into 4 4, 4 plus 1 5. അപ്പോൾ പോയിൻ്റ് എങ്ങനെ ഇടേണ്ടത്? 2 പോയിൻ്റാണ്. അതായത് 1.45 ഇൻറ്റു ആണ് 4. അപ്പോൾ 2 പ്ലേസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റിയിട്ട് ഇടുക. അപ്പോൾ 5.80, 5 മീറ്ററും 80 സെൻറ്റിമീറ്ററുമാണ്. തേർഡ് ക്വസ്റ്റ്യൻ. എ ബാഗ് ഹോൾഡ്സ് 4.75 kilograms ഓഫ് റൈസ്. ഹൗ മച്ച് റൈസ് ക്യാൻ 8 such ബാഗ്സ് ഹോൾഡ്? ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഒരു ബാഗിൽ 4.75 കിലോ റൈസ് കൊള്ളും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേപോലത്തെ 8 ബാഗിൽ എത്ര റൈസ് കൊള്ളും? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 4.75 കിലോഗ്രാം റൈസ് കൊള്ളുന്ന ഒരു ബാഗ് പോലുള്ള 8 ബാഗുകളുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അത് കണ്ടുപിടിക്കാൻ 4.75 ഇൻറ്റു 8 അല്ലേ? ഇപ്പം നമുക്ക് പ്രോബ്ലം കൂടുതൽ മനസ്സിലാവുന്നില്ലേ? നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ വെസൽ ഫുൾ ഓഫ് ഓയിൽ വാസ് യൂസ് ടു ഫിൽ ഇൻ 6 bottles. ഈച്ച് ബോട്ടിൽ ഹോൾഡ്സ് 0.75 liter. ഹൗ മച്ച് ഓയിൽ വാസ് ദർ ഇൻ ദ വെസൽ? അപ്പോൾ ഒരു പാത്രത്തിൽ, വെസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പാത്രത്തിൽ മുഴുവനും ഓയിലുണ്ട്. അപ്പോൾ ആ പാത്രത്തിലുള്ള ഓയിൽ 6 ബോട്ടിലേക്ക് നിറയ്ക്കണം. ഈ 6 ബോട്ടിലിൽ ഓരോ ബോട്ടിലും 0.75 ലിറ്റർ കൊള്ളുന്നതാണ് ഓരോ ബോട്ടിലും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ വെച്ച ആ പാത്രത്തിൽ എത്ര ഓയിലുണ്ട്? ഹൗ മച്ച് ഓയിൽ വാസ് ദർ ഇൻ ദ വെസൽ? നോക്കാം. എത്രയായിരിക്കും? 0.75 ആണ് ഒരു ബോട്ടിൽ കൊള്ളുന്ന ഓയിലിൻ്റെ അളവ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6 ബോട്ടിലിൽ കൊള്ളുന്ന ഓയിലാണല്ലോ ആ വെസലിലുള്ളത്. അപ്പോൾ 0.75 ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ഓയിൽ ആ വെസലിലുണ്ടെന്ന് മനസ്സിലാവാം. ഓയിൽ ഇൻ 1 ബോട്ടിൽ ഇസ് ഈക്വൽ ടു 0.75. അതായത് 1 ലിറ്റർ പോലും ഇല്ല ഒരു ബോട്ടിലിൽ കൊള്ളാൻ പറ്റുന്നത്. 3/4 ലിറ്ററേ ഉള്ളൂ, 0.75 ഉള്ളൂ. ഓയിൽ ഇൻ 6 ബോട്ടിൽ ഈസ് ഈക്വൽ ടു 0.75 ഇൻറ്റു 6. 6 ബോട്ടിലിൽ എത്ര ഓയിൽ കൊള്ളുന്നു എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു ബോട്ടിലിൽ 0.75 ലിറ്ററാണ് കൊള്ളുന്നതെങ്കിൽ 6 ബോട്ടിലിൽ 0.75 ഇൻറ്റു 6. അപ്പോൾ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 0.75 പ്ലസ് 0.75 പ്ലസ് അങ്ങനെ 6 പ്രാവശ്യം പ്ലസ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? 0.75 ഇൻറ്റു 6 ചെയ്താൽ മതി. അപ്പോൾ 75 ഇൻറ്റു 6 4.50. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.